ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 15,000 രൂപയ്ക്ക് വരുന്ന ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ 12,000 മുതൽ 15,000 രൂപ സെഗ്മെൻറ്റാണ് കൂട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ 12,000 രൂപയ്ക്കുള്ളിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമൊന്നും ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 12,000 to 15,000 രൂപയ്ക്കുള്ളിൽ വരുന്ന ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ്, എല്ലാ ബ്രാൻഡ്സിൻ്റെ സ്മാർട്ട് ഫോൺസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പല പേഴ്സണൽ ഫേവറേറ്റ് ബ്രാൻഡ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബ്രാൻഡിൻ്റെ സ്മാർട്ട് ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിലുള്ള ആദ്യത്തെ സ്മാർട്ട് ഫോൺ റിയൽമി 7 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 പ്രോസസ്സറാണ് വരുന്നത്. ബാക്കിൽ 64+8+2+2 എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. 6.5 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് കിട്ടുന്നത്. ഒരു 90 Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കൂടിയാണ്. പിന്നീടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 30 വാട്ടിൻ്റെ ഒരു സൂപ്പർ ഡാറ്റ് ചാർജിങ് വരുന്നുണ്ട്. അപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് 50% ചാർജ് ഏകദേശം അരമണിക്കൂർ കൊണ്ട് കയറും എന്നുള്ള കാര്യമാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് നോക്കുന്ന സമയത്ത് 6GB 64GB വേരിയൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 15,250 രൂപയാണ്. ബാങ്ക് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 15,000 രൂപയ്ക്കുള്ളിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് കിട്ടും. ഇനി റിയൽമിയുടെ തന്നെ ഒരു 5G സ്മാർട്ട് ഫോണാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് റിയൽമി 9 5G എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള എല്ലാ സ്മാർട്ട് ഫോണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. റിയൽമി 9 5Gയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മീഡിയാടെക്കിൻ്റെ DIMENSITY 810 പ്രോസസ്സറാണ് ഇവിടെ വരുന്നത്. ബാക്കിൽ 48+2+2 സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. 6.5 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. 90 Hz റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇവിടെ നമുക്ക് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. പക്ഷേ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് മാത്രമേ ഇവിടെ സപ്പോർട്ടഡ് ഉള്ളൂ. ഇതിൻ്റെ പ്രൈസിങ് നോക്കുന്ന സമയത്ത് 6+64GB വേരിയൻറ്റിന് 14,500 രൂപയാണ് വരുന്നത്. അപ്പോൾ ഒരു 5G സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അടുത്തൊരു ഡിവൈസ് നമ്മുടെ റെഡ്മിയുടെയാണ്. റെഡ്മി നോട്ട് 10S എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്. ഇതിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്ന പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് 64+8+2+2 എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. 6.43 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ് 60 Hz റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ കൂടിയാണ്. ഇവിടെ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. കമ്പനി പറഞ്ഞത് ഏകദേശം 50% നിങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ട് കയറുമെന്നാണ്. 6GB 64GB വേരിയൻ്റെ പ്രൈസിങ് ആയത് 12,999 ഇത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഡിവൈസാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് ഒരു ഈ 12,000 to 15,000 12,000 നിയർ ആയിട്ടുള്ള പ്രൈസിങ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് നല്ല ബെസ്റ്റ് ഡിവൈസാണ്. നമ്മുടെ അടുത്ത ഡിവൈസ് എന്ന് പറയുന്നത് മോട്ടോയുടെയാണ്. മോട്ടോയുടെ 2 ഡിവൈസസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മോട്ടോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്ന ഒരു ഡിവൈസാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ബ്ലോട്ട് വയേഴ്സോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സോ ഒന്നും കാണാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന 2 ഡിവൈസുകളാണ്. ഒന്ന് മോട്ടോ G40 ഫ്യൂഷൻ ആണ്. ഈ ഒരു ഡിവൈസിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ Qualcomm SNAPDRAGON 732G പ്രോസസ്സർ വരുന്നുണ്ട്. ബാക്കിൽ 64+8+2 ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലാണ്. 6.8 ഇഞ്ചിൻ്റെ IPS LCD പാനലാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 6000 mAh ബാറ്ററിയാണ്. 20 വാട്ടിൻ്റെ ടർബോ ചാർജിങ് സപ്പോർട്ടറാണ്. 4GB 64GB വേരിയൻ്റെ വില 14,500 രൂപയാണ്. ഇനി മോട്ടോയുടെ തന്നെ G52 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയുണ്ട്. അതിൽ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 680 പ്രോസസ്സറാണ് വരുന്നത്. ഇവിടെ നമുക്ക് ബാക്കിൽ 50+8+2 ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ്. 33 വാട്ടിൻ്റെ ടർബോ ചാർജിങ് വരുന്നുണ്ട്. 6.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. ഇതൊരു POLED ഡിസ്പ്ലേ ആണ്. POLED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് OLED എന്ന് പറഞ്ഞാണ്. അപ്പോൾ സാധാ AMOLED ഡിസ്പ്ലേക്കകത്തിൽ ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിന് പകരം POLED വരുന്ന സമയത്ത് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നു. അത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടും. ഈ കർവ്ഡ് ഡിസ്പ്ലേസിലൊക്കെ കൂടുതലും POLED ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ഈ 2 ഡിവൈസസ് നിങ്ങൾക്ക് മോട്ടോയുടെ ഭാഗത്ത് നിന്ന് കൺസിഡർ ചെയ്യാവുന്ന 2 ഡിവൈസസ് ആണ്. അടുത്തൊരു ഡിവൈസ് എന്ന് പറയുന്നത് വിവോ T1 44 വാട്ടാണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 680 തന്നെയാണ് വരുന്നത്. 50+2+2 ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ബാക്കി വരുന്നുണ്ട്. 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. 6.44 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഡിവൈസിൽ കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 0 to 50% ചാർജ് കയറുന്നതാണ് കമ്പനി പറയുന്നത്. ഇതിൻ്റെ പ്രൈസിലേക്ക് വരുന്ന സമയത്ത് 4GB 128GB പ്രൈസിംഗ് എന്ന് പറയുന്നത് 14,500 ആണ്. അടുത്ത ഡിവൈസ് എന്ന് പറയുന്നത് iQOO Z6 5G ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ Qualcomm Snapdragon 695 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിലോ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50+2+2ൻ്റെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടറാണ്. 6.58 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. ഇനി ഇതിൻ്റെ പ്രൈസിംഗ് നോക്കുന്ന സമയത്ത്
4GB 128GB 15,000 ആണ് പ്രൈസ് വരുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ഡിവൈസ് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിവൈസാണ്. സാംസങ് ഗാലക്സി M32 ആണ്. ഇതിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G80 പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് 64+8+2+2 എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 20 മെഗാ പിക്സൽ ക്യാമറ വരുന്നുണ്ട്. ഇവിടെ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. സ്ക്രീൻ സൈസ് നോക്കുന്ന സമയത്ത് 6.4 ഇഞ്ച് ആണ്. സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. പ്രൈസിംഗ് വരുന്ന സമയത്ത് 4GB 64GBയുടെ പ്രൈസിംഗ് 13,500 ആണ്. അപ്പോൾ ഇത്രയും സ്മാർട്ട് ഫോൺസ് ആണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.